ഡോക്ടർ, ഇപ്പം നമ്മുടെ മുന്നിലേക്ക് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ ഇങ്ങനെയാണ്. പോലീസിനെ കണ്ട് ഭയന്ന 130 ഗ്രാം MDMA, അത് 2 സിപ്പ് കവറുകളിലായിരുന്നു. അത് വിഴുങ്ങിയ ഒരു യുവാവ് താലൂക്ക് ആശുപത്രിയിലേക്ക് ആദ്യം, അത് കഴിഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സിപ്പ് കവർ വയറിൽ വെച്ച് പൊട്ടി. ഇനിയിപ്പോൾ ഓവർഡോസ് ഒക്കെ ആണെന്ന് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ ഒരു പക്ഷേ അറിയുകയുണ്ടാവുള്ളൂ. ഈ ഓവർഡോസിനൊക്കെ പറ്റിയുള്ള വിവരങ്ങളാണ് അറിയേണ്ടത്. ഏത് ഡ്രഗാണ് ഉള്ളിൽ പോയിരിക്കുന്നത്, MDMA ആണോ എന്ന് സ്ഥിരീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആക്ച്വലി പ്രാഥമികമായ കണക്കനുസരിച്ചിട്ട് വളരെ വലിയൊരു ഡോസിലെ മരുന്നാണ് ഉള്ളിലേക്ക് പോയിരിക്കുന്നത്. അതിന് മുമ്പ് തന്നെ ഈ പേഷ്യന്റ് ഇതിനു മുമ്പ് തന്നെ മറ്റു മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ, ഈ മരുന്ന് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണിക്കുന്നത് എന്താ വെച്ചാൽ, ബേസിക്കലി ഈ മരുന്നുകളുടെ MDMA പോലെയുള്ള ഡ്രഗുകളുടെ ലഭ്യതയും അത് എത്ര സ്വാഭാവികമായിട്ട് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ടിപ്പുമാണ് കാണിക്കുന്നത്. അപ്പം ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അറിവോ പരിജ്ഞാനവും ഇല്ല. ഇത് കഴിച്ചാൽ ബുദ്ധിമുട്ടില്ല എന്നോ അല്ലെങ്കിൽ മുൻ പരിചയത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയൊക്കെ വെച്ചിട്ടായിരിക്കണം വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വളരെ ടോക്സിക് ഡോസിലത്തെയാണ് ഉള്ളിലേക്ക് പോയിരിക്കുന്നതെന്ന് പ്രാഥമികമായിട്ട് പറയേണ്ടി വരും. മുമ്പ് ഉപയോഗിച്ചത് ഇതേ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയില്ലാത്ത അവസരത്തിൽ മറ്റ് മരുന്നുകൾ മുൻപ് ഉപയോഗിച്ചിട്ടുണ്ടോ, അങ്ങനെ മൾട്ടിപ്പിൾ റീസൺസ് ആയിരിക്കണം മരണകാരണം. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാൻ കഴിയുള്ളൂ. പക്ഷെ അടിസ്ഥാനപരമായിട്ട് എനിക്ക് പറയാനുള്ളത്, റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുള്ളൂ. പക്ഷേ ഇന്നലെ രാവിലെ 9:15 ഇയാൾ പോലീസ് പിടിയിലാവുന്നു. താമരശ്ശേരി ആശുപത്രിയിൽ കൊണ്ടുവരുന്നു. അവിടെ നിന്ന് സ്ഥിതി സങ്കീർണമാണെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നു. അതായത് ഇന്ന് 10:15 കൂടിയാണ് ഇയാളുടെ മരണമുണ്ടാകുന്നത്. അപ്പോൾ ഏതാണ്ട് 24 മണിക്കൂർ ഇയാൾ ആശുപത്രിയിലാണുള്ളത്. ഇങ്ങനെ ഈ 130 ഗ്രാം ആണെങ്കിലും ഉള്ളിൽ ചെന്നാൽ ഈ 24 മണിക്കൂറിനിടയിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയില്ലേ? ഇപ്പൊ ഒരു ടോക്സിക് ഡോസ് ആയിട്ടുള്ള എന്ത് മരുന്നാലും, MDMA ആണെങ്കിലും മറ്റെന്ത് മരുന്നാണെങ്കിലും ഉള്ളിലേക്ക് പോയിട്ടുണ്ടാൽ ആ രോഗിക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ആ രോഗിയുടെ മറ്റ് പല അവസ്ഥകളും കൂടെ ആശ്രയിച്ചാണ് ഇരിക്കുക. 100% നമുക്ക് എല്ലാ രോഗികളുടെയും ഇത്തരം ഒരു ടോക്സിക് ഡോസ് ഉള്ളിൽ ചെന്നയാളിന് ജീവൻ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയുണ്ട്. പക്ഷെ എങ്കിൽ പോലും ചില സമയങ്ങളിലൊക്കെ തന്നെ നമുക്ക് കൃത്യമായ ഇന്റർവെൻഷൻസ് ചെയ്യുവാണെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയും. 100% ഒരു ടോക്സിറ്റിയിലും, ഈ MDMA മാത്രമല്ല, അത് എന്ത് മരുന്നാണെങ്കിലും 100% രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നത് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷെ അത് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.